നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് GST ആക്ട് പ്രകാരം ആർക്കൊക്കെയാണോ ഇതിൻ്റെ അകത്ത് ലയബിളായിട്ട് വരുന്നത്, GST ആരൊക്കെ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ GSTൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. GST എന്ന ആക്ട് പ്രകാരം നമ്മൾ ഒരു വ്യക്തി 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഒരു വർഷം ഉണ്ടാവുകയാണെങ്കിൽ അയാൾ GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിരിക്കണം എന്ന് പറയുന്നത്. GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായും നമുക്ക് പാൻ നമ്പർ വേണം. പാൻ ബേസ്ഡ് ആണ് GST നമ്പർ വരുന്നത്. അത് ഓരോ സംസ്ഥാനത്തും നമ്പർ വരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ നമ്പർ 32 ആണ്. അപ്പോൾ 32 നമ്മളെ പാൻ നമ്പർ, അങ്ങനെയാണ് അതിൻ്റെ നമ്പർ തുടങ്ങി പോവുക. ഈ 20 ലക്ഷത്തിന് മുകളിൽ നമ്മൾ വരുമാനത്തിൽ നമ്മൾ ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി ഈ നമ്മൾ 20 ലക്ഷം അല്ലാണ്ട് സാധാരണ ചെറിയ ടേൺ ഓവർ ആണെങ്കിൽ വരെ ചിലപ്പം ചില കേസിൽ നമുക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടി വരും. അങ്ങനത്തെ ചില വ്യക്തികൾ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കേരളത്തിന് പുറത്ത് ഇൻട്രസ്റ്റേറ്റ്, കേരളം എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കേരളം എന്ന് വെച്ചാൽ, പക്ഷേ വേറെ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ബോംബെയിലേക്ക് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ സാധനം വിൽക്കുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റേറ്റ് സെയിലാണ്. അവിടെ നമ്മൾ വിൽക്കുന്നതിന് നമുക്ക് നമ്മുടെ സെയിൽ വാല്യൂ ഒരു 1000 രൂപയായ പോലും നമ്മൾ അവിടെ എടുക്കേണ്ടി വരും. അതായത് ഇൻട്രസ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ 20 ലക്ഷം വരെ ലിമിറ്റ് സാധാരണ എല്ലാ സെയിൽസിന് മുകളിലും നമ്മൾ എടുക്കേണ്ടി വരും. അതേപോലെ കാഷ്വൽ സെയിൽസിന് നമ്മൾ വല്ലപ്പോഴും വിൽക്കുന്നത്, പിന്നെ നമ്മൾ ഈ എക്സിബിഷൻ സെയിൽസ്, ഇപ്പോൾ നമ്മുടെ സർക്കസുകാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് വിൽക്കുന്നതിനൊക്കെ നമ്മൾ GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ലിമിറ്റ് 20 ലക്ഷം എന്ന് പറയുന്നില്ല. സാധാരണ എത്ര ലിമിറ്റ് ആയാലും നമ്മൾ GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കുക എന്നാണ് പറയുന്നത്. ഇനി GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. GST രജിസ്ട്രേഷൻ എടുക്കാൻ നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് GST പോർട്ടലിൽ പോയാൽ GSTIN ലോഗിനിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരവരുടെ കൺസൾട്ടൻറ്റിനെയോ ചാർട്ടേഡ് അക്കൗണ്ട്സിനെയോ മീറ്റ് ചെയ്യുക. നമ്മൾ GST രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു 20 ലക്ഷത്തിന് മുകളിൽ പോകുന്ന GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞു. GST രജിസ്ട്രേഷൻ എടുക്കാൻ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നിർബന്ധമായ ഒരു പാൻ വേണം. ഒരു പാനിൻ്റെ ബേസിൽ എനിക്ക് ഒരു സ്ഥാപനമുണ്ട്, അതേ പേരിൽ തന്നെ എനിക്ക് കോഴിക്കോട് ഒരു സ്ഥാപനമുണ്ട്, അങ്ങനെ എൻ്റെ സ്വന്തം പേരിൽ തന്നെ ഒരു 3-4 സ്ഥാപനങ്ങൾ കേരളത്തിൽ ആകമാനം ഉണ്ടെങ്കിൽ ഒരു പാൻ്റെ ബേസിൽ അത് ഓടുന്നെങ്കിൽ, അതായത് എൻ്റെ പാൻ്റെ ബേസിൽ ഞാൻ പ്രൊപ്പറേറ്ററാണ്, എൻ്റെ പാൻ്റെ ബേസിലാണ് അത് ഓടുന്നതെങ്കിൽ എനിക്ക് ഒറ്റ GST നമ്പറിൽ അത് ഓടാം. അത് അതിന് ബ്രാഞ്ചസ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതേസമയം ഞാനിപ്പം വ്യത്യസ്തമായ പേരിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കണ്ണൂർ നടത്തുന്നു, വേറൊരു ഫ്രണ്ട്, ഈ ഫ്രണ്ട് അല്ലാണ്ട് വേറൊരു ഫ്രണ്ട് ഞാനും കൂടി കോഴിക്കോട് നടത്തുന്നു, വേറൊരു ഫ്രണ്ട് ഞാനും കൂടി എറണാകുളത്ത് നടത്തുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഇതിലാണെങ്കിൽ, വ്യത്യസ്തമായ പാൻ നമ്പറിലാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ കൂടെ നടത്തുമ്പോൾ ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ പാൻ ആയിരിക്കും വരിക. വ്യത്യസ്തമായ പാൻ നമ്പറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ GST നമ്പർ ആവശ്യമായി വരും. അതായത് ഒരു GST നമ്പറിൻ്റെ ഒരു പാൻ നമ്പറിൻ്റെ ബേസിലാണ് ഞാൻ ഈ GST മുഴുവൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു GST നമ്പർ എടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടേൺ ഓവറാണ് 20 ലക്ഷം കൂട്ടുന്നത്. മറ്റേതിൽ ഞാൻ ഓരോ പാനിൻ്റെ ബേസിൽ 20 ലക്ഷത്തിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ GST രജിസ്ട്രേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. GST രജിസ്ട്രേഷൻ എടുക്കാൻ നമ്മൾ GST പോർട്ടലിൽ പോവുക. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങുന്ന സ്ഥലത്തിന് നമുക്കൊരു വാടക എഗ്രിമെൻ്റ് ഉണ്ടാവും. ഒരു വീടാണെങ്കിൽ വീടിന് എന്തെങ്കിലും നമ്മളൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും നമ്മുടെ ട്രേഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ ട്രേഡ് ലൈസൻസ്, ടാക്സ് അടച്ച റെസീറ്റ് ഉണ്ടെങ്കിൽ ടാക്സ് അടച്ച, അതായത് ട്രേഡ് ടാക്സ്, നമ്മുടെ ബിസിനസ്സിന് പഞ്ചായത്തിൽ അടക്കുന്ന ടാക്സ്, അങ്ങനത്തെ ടാക്സുകൾ അടയ്ക്കുന്ന റെസീറ്റ് ഉണ്ടെങ്കിൽ, റെൻ്റ് എഗ്രിമെൻറ്റ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോ, അതായത് പ്രൊപ്പറേറ്റർ ആണെങ്കിൽ ഒരാളുടെ ഫോട്ടോയെ വേണ്ടു. പക്ഷേ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാനും ഒരാളും കൂടി കണ്ണൂർ, ഞാനും കൂടി കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ രണ്ടാളുടെയും ഫോട്ടോ ഓരോ ഇതിനു വേണ്ടി വെക്കുക. കൂടാണ്ട് നമ്മളെ രണ്ടാളുടെ, ഇപ്പോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അയാളുടെ KYC, അതായത് അയാളുടെ പാൻ, അയാളുടെ ആധാർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതായിട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ GST രജിസ്ട്രേഷൻ ചെയ്യുന്നത്. GST രജിസ്ട്രേഷൻ ചെയ്യാൻ സൈറ്റിന്, സർക്കാരിന് നമുക്ക് പൈസേൻ്റെ ആവശ്യമില്ല, പക്ഷേ ചെയ്യുന്നവർക്ക് അതിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സർക്കാരിന് നമ്മൾ പൈസ വിത്തൗട്ട് ഫ്രീ ആണ് അത് ചെയ്യുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ യാതൊരു പ്രോബ്ലംസും ഇല്ലെങ്കിൽ 3-ാമത്തെ ദിവസം നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് കയ്യിൽ കിട്ടും. 15 അക്ക നമ്പറാണ് GST നമ്പർ, അത് നമുക്ക് കയ്യിൽ കിട്ടും. അല്ല എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവർ നമുക്കൊരു കൊറി 7 ദിവസത്തിനുള്ളിൽ നമുക്ക് തരും. ആ കൊറി നമ്മൾ ഡിസ്പോസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കൊറി അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും 30 ദിവസം നീണ്ടും. അതായത് 30 ദിവസം നീണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുള്ളൂ. കാരണം അത് അവരുടെ ഒരു ബ്ലോക്കിംഗ് ഇല്ല. ഫസ്റ്റത്തിൽ തന്നെ നമ്മൾ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ വിതിൻ 3 ഡേയ്സിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും, അല്ലെങ്കിൽ വിതിൻ 30 ഡേയ്സിനുള്ളിലേ കിട്ടുള്ളൂ. പിന്നെ GST ഓഫീസർക്ക് അത് വന്ന് വിസിറ്റ് ചെയ്യാനുള്ളൊരു അധികാരമുണ്ട്. നമ്മളെവിടെയാണോ പ്രിമിസസ് എന്ന് പറഞ്ഞാൽ അത് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് GST 2 തരത്തിൽ കിട്ടും. ഒന്നുകിൽ കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ കിട്ടും, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ രജിസ്ട്രേഷൻ കിട്ടും. അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് അവിടുന്ന് ലോട്ട് പോകുന്ന വഴിയാണ് വരുന്നത്. അപ്പോൾ കേന്ദ്രത്തിനാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആൾക്കാർ വരും, കേരളത്തിനാണെങ്കിൽ സെൻട്രൽ GSTൻ്റെ ആൾക്കാർ വരും. അത് GST ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ, മുമ്പത്തെ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരാണ് വരിക. കേരളത്തിനാണെങ്കിൽ കേരളത്തിലെ പഴയ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരാണ്, അവരാണ് ഇപ്പോൾ GST ഹാൻഡിൽ ചെയ്യുന്നത്. അവരാൾക്കാർ വരും, വന്നിട്ടാകുമ്പോൾ അവർ വിസിറ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ GST സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. സർട്ടിഫിക്കറ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, പ്രൊഫൈലെല്ലാം ഉണ്ടാവും, നമ്മുടെ GST നമ്പർ എല്ലാം ഉണ്ടാവും, അഡ്രസ്സും ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസും എല്ലാം ഉണ്ടാവും.
അതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സെയിൽസ് ആണെങ്കിൽ അത് കാര്യങ്ങൾ നമ്മൾ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ പറയുക. അപ്പോൾ അതിന് വേണ്ടി മാത്രമേ നമുക്ക് GST സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനാണോ GST രജിസ്ട്രേഷൻ എടുത്തത് അതിന് വേണ്ടി എടുക്കാം. പിന്നെ അത് കൂടാണ്ട് നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സിലാണ് നമ്മൾ എടുക്കുക. അത് കൂടാണ്ട് നമുക്കൊരു ഗോഡൗണിന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗോഡൗണിൻ്റെ പേരിൽ നമുക്കിരുന്ന് എടുക്കാം. അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ അതിൻ്റെ പേരിലും അതേ GST നമ്പറിൽ തന്നെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് GSTൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത് GST രജിസ്ട്രേഷൻ്റെ. പിന്നെ GST രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2 ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്, ഒന്ന് റെഗുലറും ഒന്ന് കോമ്പോസിറ്റും. റെഗുലറിലാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. കോമ്പോസിറ്റ് ആണെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. റെഗുലർ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമുക്ക് അതിൻ്റെ അകത്ത് പലിശ വരും, പിന്നെ നോട്ടീസ് വരും. 6 മാസം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും. GST അവർ നമ്മൾ സുമോട്ടോ ക്യാൻസൽ ചെയ്യും നമ്മുടെ രജിസ്ട്രേഷൻ. പക്ഷേ നമ്മൾ ക്യാൻസലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സുമോട്ടോ സസ്പെൻഡ് ചെയ്യും, ക്യാൻസലേഷൻ ചെയ്യില്ല. സുമോട്ടോ സസ്പെൻഡ് ചെയ്യും, സസ്പെൻഡ് ചെയ്ത് മാത്രമേ വെക്കുള്ളൂ, ക്യാൻസലേഷൻ ചെയ്യില്ല. പിന്നെ നമ്മൾ എല്ലാ ലയബിലിറ്റീസും അടച്ച് തീർത്താൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പെനാൽറ്റീസും എല്ലാം വരാൻ സാധ്യതയുണ്ട്. സോ വൺസ് GST രജിസ്ട്രേഷൻ ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ ലിമിറ്റിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു ഇതെടുക്കുക, അതായത് റിട്ടേൺസ് കൃത്യമായി ഫയൽ ചെയ്ത് കൊണ്ടുപോകുക. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് 2 തരത്തിലാണ് നമ്മൾ GST കളക്ട് ചെയ്യേണ്ടി വരും. നമ്മൾ വിൽക്കുന്ന സാധനത്തിനുള്ള ബില്ല് ഒരു പ്രിസ്ക്രൈബ് പെർസെൻറ്റേജ് ഉണ്ടാവും. ബില്ല് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുക. അതിന് നമ്മൾ ഒരു പ്രിസ്ക്രൈബ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടാവും. ആ പെർസെൻറ്റേജ് നമ്മൾ പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് റെഗുലർ ആണെങ്കിൽ കളക്ട് ചെയ്യുക. അതേമാതിരി നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ മുകളിലൊരു GST ഉണ്ടാവും. അത് നമുക്ക് ഇൻപുട്ട് GST ആണ്. ആ ഇൻപുട്ട് GST നമുക്ക് വിൽക്കുമ്പോൾ നമുക്ക് കളക്ട് ചെയ്യുന്ന GSTയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. അതിൻ്റെ ബാക്കിയുള്ള മാത്രമേ നമുക്ക് സർക്കാരിലേക്ക് അടയ്ക്കുക. എല്ലാ മാസവും അടുത്ത മാസം, ഈ മാസത്തെ GST ആണെങ്കിൽ അടുത്ത മാസം മാർച്ചിൽ 20-ാം തീയതിക്ക് മുമ്പ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. റെഗുലർ ആണെങ്കിൽ. കോമ്പോസിറ്റ് ആണെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. പക്ഷേ എല്ലാ മാസവും നമ്മൾ ടാക്സ് നമ്മൾ അടച്ചു വെക്കേണ്ടി വരും. കോമ്പോസിറ്റ് ഡീലേഴ്സിന് ഇൻപുട്ട് ഇല്ല. അവർക്ക് പക്ഷേ പ്രിസ്ക്രൈബ് പെർസെൻറ്റേജ് കുറവാണ്. അതായത് 18% ഒന്നും വരില്ല, 5% മാത്രമേ വരുള്ളൂ അവർക്ക്. അത് 2 ടൈപ്പ് GST ആണ്. ഒന്ന് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും KGSTയും CGST ഉണ്ടാവും. സെയിൽസ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളത് കേരളത്തിന് പുറത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെയിൽസ് ആണെങ്കിൽ IGST ആണ് വരിക. അത് പക്ഷേ അത് ഒരു പ്രിസ്ക്രൈബ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 18% ആണെങ്കിൽ KGST 9ഉം CGST 9ഉം 9 18. IGST ആണ് വരുന്നതെങ്കിൽ മൊത്തം 18%. അത് സെയിൽസിൻ്റെ 18% അല്ലെങ്കിൽ 18% നമ്മൾ GST കളക്ട് ചെയ്യണം. അത് നമ്മൾ സർക്കാരിലേക്ക് അടക്കണം. നമ്മൾ വാങ്ങിച്ച GSTൻ്റെ മുകളിൽ, നമ്മൾ സാധനം വാങ്ങിച്ചതിൻ്റെ മുകളിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. കോമ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് GST കിട്ടില്ല. അത് നമ്മൾ വാങ്ങിയതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടില്ല. നമുക്ക് GST അടക്കുന്നത് നമ്മുടെ എക്സ്പെൻസസ് ആണ്. പക്ഷേ നമുക്ക് പെർസെൻറ്റേജ് കുറവാണ്. പിന്നെ നമ്മളെല്ലാ അതിൻ്റെ ബുക്സും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യണം. എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം. 3B GSTR 1 എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ മുകളിലാണ്. അത് എല്ലാ മാസം 10-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യുക. GSTR 3B എന്ന് പറയുന്നത് 20-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യുക. ഈ 2 റിട്ടേൺസും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും, പെനാൽറ്റി വരും. ഈ GSTR 1ഉം GSTR 3B എപ്പോഴും മാച്ച് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ റിട്ടേൺ GSTR 1 ഫയൽ ചെയ്താൽ മാത്രമേ നമ്മുടെ മറ്റേ പാർട്ടിക്ക്, നമ്മൾ ആരുടെ നിന്നാണോ വാങ്ങിച്ചത്, അവർക്ക് ആ ഇൻപുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഗവൺമെൻറ് എപ്പോഴും ക്രോസ് വെരിഫൈ ചെയ്യുന്നുണ്ട്. GST കംപ്ലീറ്റ്ലി സിസ്റ്റം ബേസ്ഡ് ട്രാൻസാക്ഷൻ ആണ്. സോ അവർക്ക് എപ്പോൾ വന്നാലും അത് നോക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇൻവോയ്സിങ്ങും കൂടി GSTയിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ലാബിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ GST അവരുടെ സൈറ്റിൽ തന്നെ നമ്മൾ GSTൻ്റെ ഇൻവോയ്സ് അടിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളൂ. അപ്പം നമ്മളെ പ്രിസ്ക്രൈബ് പെർസെൻറ്റേജും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.